الحمد لله ثم الحمد لله الحمد لله حمدا يوافي نعمه ويكافئ مزيده سبحانك اللهم ربي لا أحصي ثناء عليك أنت كما أثنيت على نفسك اللهم يا رب لك الحمد كما ينبغي لجلال وجهك ولعظيم سلطانك وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا ونبينا وحبيبنا محمدا عبده ورسوله وصفيه وخليله خير نبي أرسله الله إلى العالم كله بشيرا ونذيرا اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد صلاة وسلاما دائمين متلازمين إلى يوم الدين ما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين اتقوا الله عباد الله أوصيكم وإياي أولا بتقوى സ്നേഹമുള്ള വിശ്വാസിനികളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ ഇഷ്ടത്തിനും താല്പര്യങ്ങൾക്കും അനുസരിച്ച് മരണം വരെയും ജീവിതം ചിട്ടപ്പെടുത്തി മുത്തഖികളായി ജീവിക്കാൻ പരമാവധി ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. എല്ലാ ഖുതുബകളിലും നമ്മോട് റബ്ബിന്റെ ഒരു വസിയ്യത്ത് തുടക്കത്തിൽ അല്ലെ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കരുത്. മുസ്ലിമായി ജനിക്കുകയും മുസ്ലിമായി മരിക്കാനും അതൊക്കെ ഒരു ഭാഗ്യമാണ്, ഏറ്റവും വലിയൊരു ഭാഗ്യം. പ്രവാചകന്മാരുടെ പ്രാർത്ഥന പോലും അതാണ്, തൗഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ചേർക്കണേ എന്ന്. പ്രിയപ്പെട്ടവരെ, അത് പറയാൻ കഴിയുന്നത്, അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് അത് ഉറക്കെ പറഞ്ഞത് കൊണ്ടാണ്. ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് താനും തന്റെ ഭാര്യയും തന്റെ മക്കളും എന്ന നിലക്ക് ഒതുങ്ങി കഴിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നാം ഇന്ന് അനുഭവിക്കുന്ന ഇസ്ലാമിന്റെ താരും തളിരും പൂവിട്ട മരത്തിന്റെ കായ്കനികൾ ഭക്ഷിക്കാൻ നമുക്കൊരിക്കലും ഭാഗ്യമുണ്ടാകുന്നില്ല. ആര് പറഞ്ഞതുകൊണ്ട്? നമ്മുടെ മുൻഗാമികൾ പറഞ്ഞതുകൊണ്ടാണ്. മുസ്ലിമാണെന്ന് നമുക്ക് ഇന്ന് അഭിമാനം തോന്നുന്നുവെങ്കിൽ നമുക്ക് മേൽവിലാസം ഉണ്ടാക്കി തന്ന മുസ്ലിമീൻ, നിങ്ങൾക്ക് അവൻ മുസ്ലിം എന്നാണ്, മുസ്ലിങ്ങൾ എന്നാണ് പേര് വെച്ചത്. വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. മഹത്തായ ഒരു പാരമ്പര്യത്തിന്റെ ഏറ്റവും മഹിതമായ ഒരു മതത്തിന്റെ അനുയായികളാകാൻ, മുസ്ലിം എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞത് അതിനെ നമ്മെ പ്രാപ്തമാക്കി ഇസ്ലാം തുറന്നു പറഞ്ഞത് കൊണ്ടാണ്. വിശുദ്ധ ഇസ്ലാം മക്കയിൽ നിന്ന് പ്രചരിച്ചു തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാലത്തെ പരസ്യ പ്രബോധന ഘട്ടം. അവിടെ നിന്ന് പിന്നെ പുറംനാടുകളിലേക്ക്, ആദ്യമായി മക്കയുടെ പുറത്ത് മദീനയിലേക്ക് ഇസ്ലാം വ്യാപിക്കും. അവ്വലു സഫീറുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ആദ്യത്തെ അംബാസഡർ എന്നറിയപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കൂടെ അസ്അദ് ബിൻ സറാറ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവർ ചെല്ലുന്നത് മദീനയിലെ വലിയൊരു ഗോത്രത്തിന്റെ അടുത്തേക്കാണ്. ആ ഗോത്രത്തിലെ നേതാക്കൾ ഒന്ന് സഅദ് ബിൻ മുആദ്, ഉസൈദ് ബിൻ ഹുദൈർ, മുശ്രിക്കുകളുടെ നേതാവായിരുന്നു. ഇവരൊക്കെ നേതാക്കളായിരുന്നു മദീനയിലെ. രണ്ടുപേരും ചെന്ന് മഹാനായ മുസ്അബ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ജനങ്ങളോട് മുന്നിൽ ഇങ്ങനെ വളരെ വ്യക്തമായി, വളരെ സരളമായി, വളരെ ഹൃദ്യമായി, മധുരമായി പാരായണം ചെയ്യുന്നു. ആളുകൾ സാമൂഹ്യം കേട്ടു നിൽക്കുന്നു. ഇതേവരെ കേൾക്കാത്ത വല്ലാത്തൊരു വർത്തമാനം, വല്ലാത്തൊരു സന്ദേശം.
കേൾക്കണ്ടെന്ന് വെച്ചിട്ട് പോലും കാതുകൾ അതിലേക്ക് ചാഞ്ഞു പോകുന്നു. ഹൃദയം കൊട്ടി അടച്ചിട്ടും അതിലേക്ക് ഹൃദയം ചെന്ന് ചേർന്നു പോകുന്നു, അലിഞ്ഞു പോകുന്നു. വല്ലാത്തൊരു മാസ്മര ശബ്ദമാണ്. നമ്മൾ ആലോചിച്ചു അല്ലേ? ഇസ്ഹാബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വളരെ മൃദുലമായി സൗമ്യമായി ദഅവത്ത് തുടങ്ങി. അപ്പോൾ സഅദ് ബിൻ മുആദ് ഉസൈദ് ബിൻ ഹുദൈറിനോട് പറയും, അവരോട് ചെന്ന് വിലക്കുക. നമ്മളിലെ പാവപ്പെട്ട ബുദ്ധിയില്ലാത്ത ചില ആളുകളെ ബുദ്ധിയില്ലാതാക്കാനും അവരെ പറ്റിക്കാനും കബളിപ്പിക്കാനുമാണ് ഇവർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരോട് ചെന്ന് പറയണം, ഈ പരിപാടി ഇവിടെ നിർത്തണമെന്ന്. ഉസൈദ് തന്റെ കഠാര കത്തിയെടുത്തു. എന്നിട്ട് നേരെ ചെല്ലുകയാണ് ഇസ്ഹാബ് ബിൻ ഉമൈറിന്റെ അടുത്തേക്ക്. അപ്പോൾ ഇത് കണ്ടപ്പോ സഅദ് ബിൻ സറാറ പറയുന്നുണ്ട് ഇസ്ഹാബ് ബിൻ ഉമൈറിനോട് അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇസ്ഹാബ് ബിൻ ഉമൈർ പറഞ്ഞു, അദ്ദേഹം ഒന്ന് ഇരിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഒന്ന് ഇരിക്കുകയാണെങ്കിൽ ഞാനൊന്ന് പറയാം. ശകാരവും ചീത്ത വിളിച്ചുകൊണ്ട് ഇങ്ങനെ കത്തിയും ഊരി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ശാന്തമായി പറഞ്ഞൊരു വാക്ക്, വളരെ ക്ഷമയോടെ പറഞ്ഞ വാക്ക്, അവ തജ്ലിസ് ഫതസ്മഅ, ഒന്ന് ഇരുന്നാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തൃപ്തികരമാണെങ്കിൽ സ്വീകരിച്ചാൽ മതി. അതല്ല, ഞാൻ പറയും നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വിട്ടുകൊള്ളാം. പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് കേൾക്കുമ്പോൾ ഏതൊരു അക്രമിയാണ് അതിന്റെ മുന്നിൽ. ആ പറയുന്നത് ന്യായമല്ലേ? കടിച്ചു കീറാനല്ല നമ്മോട് പറഞ്ഞത്. ദഅവത്ത് നടത്തുമ്പോ ഒരു ദായിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഇവിടെ നമ്മൾ ഇസ്ഹാബ് ബിൻ ഉമൈറിൽ നമ്മൾ കണ്ടുപഠിക്കേണ്ടത്. അദ്ദേഹം വളരെ ശാന്തനായി പറഞ്ഞൊരു വാക്ക് അല്ലേ? എങ്ങനെയാണ് നമ്മൾ ദഅവത്ത് നടത്തുമ്പോൾ നമ്മൾ ടോൺ എങ്ങനെ ആയിരിക്കണമെന്ന് ഇസ്ഹാബ് ബിൻ ഉമൈറിൽ നമുക്ക് പഠിക്കാൻ. പരിഹസിക്കുകയും നിന്ദിക്കുകയും ആരോടാണോ നമ്മൾ ദഅവത്ത് നടത്തുന്നത് അവരുടെ വികാരത്തെ മുറിപ്പെടുത്തുന്ന വാക്കുകളല്ല പറയേണ്ടതെന്ന് മനസ്സിലായി. ആ വാക്ക് കേട്ടപ്പോൾ ഒന്ന് ഇരുന്നോ, ഞാൻ പറയുന്നത് ഒരു സെക്കൻഡ് എന്ന് കേൾക്ക്, ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി, അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞപ്പോ അത് അദ്ദേഹത്തിന് സ്വീകാര്യമായി തോന്നി. കത്തിയെടുത്ത് കുത്താൻ വന്ന ആളാ. അങ്ങനെ മഹാനായ ഇസ്ഹാബ് ബിൻ ഉമൈർ മനോഹരമായി ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്. പാരായണം ചെയ്തപ്പോൾ നിശബ്ദനായി നിന്ന് സയ്യിദ് ബിൻ ഹുദൈറിന്റെ കയ്യിൽ നിന്നും കടാര ഇങ്ങനെ വിറച്ച് അയാൾ അറിയാതെ താഴേക്ക് വീഴുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക ശക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വളരെ ആ സമയം അദ്ദേഹം മുസ്ലിമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ പിന്നിൽ ഇനി ഒരാളുണ്ട്. അതാരാ? നേരത്തെ പറഞ്ഞ ആ സഅദ് ബിൻ മുആദ. അയാൾ നിങ്ങൾ പറയുന്നത് അനുസരിക്കുകയാണെങ്കിൽ അയാളുടെ പിന്നിൽ ആയിരങ്ങളുണ്ട് ഇസ്ലാമിലേക്ക് വരാൻ. ആയിരങ്ങളുണ്ട് ഇസ്ലാമിലേക്ക് വരാൻ. അദ്ദേഹം നേരെ ചെന്നു സഅദ് ബിൻ മുആദിന്റെ അടുത്തേക്കാണ് പോയത്. സഅദ് ബിൻ മുആദിനോട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. സഅദ് ബിൻ മുആദിന് ആകെ ദേഷ്യം പിടിച്ചു. അരയിലുണ്ടായിരുന്ന കത്തിയും ഊരി പിടിച്ചുകൊണ്ട് വരെയും വന്നിട്ട് ചീത്ത വിളിക്കണം. തെരുതെരെ ചീത്ത വിളിക്കുന്നു. ഇസ്ഹാബ് ബിൻ ഉമൈർ ഇങ്ങനെ വികാരം അടക്കി പിടിച്ച്, പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്ക്. നമ്മളെ പറ്റി ആക്ഷേപം പറയുന്ന ആളുകളുണ്ട്. നമ്മൾ തൗഹീദ് പറയുന്നതിന്റെ പേരിൽ ഇല്ലേ? ഉണ്ട്. നാട്ടിൽ തെളിഞ്ഞും ഒളിഞ്ഞുമൊക്കെ നമ്മൾ കുഴപ്പക്കാരാണ്, കലാപമുണ്ടാക്കുന്നവരാണെന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് തിരിച്ചു പറയാൻ കഴിയാത്തത് കൊണ്ടല്ല, തിരിച്ചടിക്കാൻ ശക്തിയില്ലാത്തത് കൊണ്ടോ ആരോഗ്യം ഉണ്ടാകാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കടിച്ചു നിൽക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? അത് നമുക്കൊരു വിവേകം എന്നൊരു ധീരുണ്ട്. ആ ധീരിന്റെ ഒരു ആദർശമുണ്ട്. അതുകൊണ്ട് നമ്മളെ കൺട്രോൾ ചെയ്ത് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ഇസ്ഹാബ് ബിൻ ഉമൈർ അവിടെയും ശാന്തമായ തന്റെ സമാധാനപൂർണമായ ദഅവത്ത് തുടരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു, നിങ്ങൾ ഒന്ന് ഇരുന്നാൽ എനിക്കൊന്ന് പറയാനുണ്ട്, ഒന്ന് കേൾക്കുമോ? ഒന്ന് കേട്ടാലും ഒന്നിരുന്നാലും. നിങ്ങൾക്ക് വെറുപ്പുള്ളത് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം, അല്ലേ? ആലോചിച്ച് നോക്ക്. അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കേട്ട് നേരത്തെ ഉസൈദ് ബിൻ ഹുദൈറിന് സംഭവിച്ചതുപോലെ സഅദ് ബിൻ മുആദിന് സംഭവിക്കുന്ന വല്ലാത്തൊരു മനംമാറ്റം. വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഹൃദയാന്തരങ്ങളിലേക്ക് ഇങ്ങനെ ആഞ്ഞടിച്ചപ്പോ പിന്നെ അവിടെ കുഫറിന്റെ കോട്ടയ്ക്കും വിശ്വാസത്തിനും ഒന്നിനും യാതൊരു സ്ഥാനവും ഉണ്ടായില്ല. ഇസ്ലാമിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. ആ സ്പോട്ടിൽ അദ്ദേഹം എണീറ്റ് നിന്നുകൊണ്ട് വലിയൊരു സമൂഹം അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഗൗരവമായി ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. അദ്ദേഹം മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ അദ്ദേഹം പറയുന്ന വാക്ക്? തന്റെ സമൂഹത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഫഇന്ന കലാമ റിജാലികും വനിസാഇകും അലയ്യ ഹറാമുൻ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വറസൂലി. സമൂഹത്തെ വിളിച്ചുകൊണ്ട് പറയാൻ, ആ സമൂഹത്തിൽ തന്റെ ഭാര്യയുണ്ട്, തന്റെ മക്കളുണ്ട്, ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്. ഇന്ന് മുതൽ അല്ലാഹുവാണ്, നിങ്ങൾ തൗഹീദ് ഉൾക്കൊണ്ടില്ലെങ്കിൽ ഇവിടെ ഈ കൂട്ടത്തിലുള്ള സ്ത്രീകളും എന്റെ ഭാര്യയടക്കം എന്റെ മക്കളടക്കം ആണും
ആണുങ്ങളും പെണ്ണുങ്ങളും എനിക്ക് നിഷിദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, തൗഹീദ് ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റബ്ബിനെ അല്ലാതെ ഒരു മഖ്ലൂഖിനെയും പേടിക്കില്ല. സഅദ് ഇബ്നു മുആദ് പറഞ്ഞ വാക്കതാണ്. സഅദ് ഇബ്നു മുആദ് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, തൗഹീദിന്റെ വാഹകർ എന്ന് പറയുന്നവരെ നമ്മൾ ചിന്തിക്കേണ്ട വാക്കാണ്. ഇതുപോലെ നമുക്ക് പറയാൻ കഴിയും, പറയാൻ ഇങ്ങനെ സ്റ്റാൻഡ് എടുക്കാൻ കഴിയും. നമ്മള് വീട്ടിൽ പുലിക്കുട്ടിയാണ്, നാട്ടിൽ വലിയ സിംഹമാണെന്ന് പറഞ്ഞു നടക്കുമ്പോ നമുക്കതൊരു പറയാൻ കഴിയോ? നട്ടെല്ലു വളയ്ക്കാതെ ആണത്തം കൈവിടാതെ പറയേണ്ടതുപോലെ സംഭവിച്ചപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? പറഞ്ഞപ്പോ വല്ലാഹി മാ അംസാ ഫീ ദാരി ബനി അബ്ദുൽ അശ്ഹൽ, അദ്ദേഹത്തിന്റെ ഗോത്രത്തിലുള്ള ഇല്ല റജുലും വലംറഅത്തുൻ ഇല്ലാ മുസ്ലിമൻ, ഒരാണും ഒരു പെണ്ണും മുസ്ലിമാകാതെ ഒരാളും പോയിട്ടില്ല. ഒരൊറ്റ വാക്കുകൊണ്ട് ഗോത്രത്തിന്റെ തലവൻ എണീറ്റ് പറഞ്ഞ വാക്കാണ്. അല്ലാഹുവിൽ യഥാർത്ഥ റബ്ബിൽ വിശ്വസിക്കാൻ, തൗഹീദ് ഉൾക്കൊള്ളാതെ ഇനി എന്റെ മക്കളുമായി ഭാര്യയുമായി എനിക്ക് ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോ അവിടെ അദ്ദേഹം ചിന്തിച്ചത് എന്താ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്ക്, ദഅവത്തിന്റെ ഇംപാക്ട് എത്രത്തോളം റിസൾട്ട് കണ്ടോ, എങ്ങനെ ഉണ്ടാകാം. ഒരു നിമിഷം പോലും ഇസ്ലാം സ്വീകരിച്ചപ്പോ ഇനി ഞാൻ ഇസ്ലാം സ്വീകരിച്ചു, ഞാനിങ്ങനെ മെല്ലെ 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 ഒളിഞ്ഞും പാത്തും സൗകര്യം പോലെ ഇങ്ങനെ അവരോടൊപ്പം കൂടി, ഒപ്പം പിന്നെ മറ്റു ശിർക്കിന്റെ കൂടെ കൂടി ഇങ്ങനെ കൂടി തൗഹീദിന്റെ കൂടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോകുന്ന ആ സ്പോട്ടിൽ പ്രഖ്യാപിക്കുക. ദഅവത്ത് ചെയ്താൽ ആളുകൾ സ്വീകരിക്കുമോ? നാട്ടിൽ കുഴപ്പമുണ്ടാവുമോ? അതിന്റെ പേരിൽ പോലീസും കേസും പൊക്കാറും ഒക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിച്ചിടക്കുന്നതാണ് ചില ആളുകൾ. തൗഹീദൊക്കെ ഉണ്ട്, തൗഹീദൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ എല്ലാത്തൊരു പേടിയുണ്ട്. ഇവിടെയാണ് സഹാബത്തിന്റെ മാതൃക നമുക്ക് പറഞ്ഞത്. അവരെ പറ്റിയാണ് അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങുമ്പോൾ കുറ്റം പറയാൻ, ആക്ഷേപിക്കാനും എല്ലാ തരത്തിലും കുട്ടിപ്പറയാനും പരിഹസിക്കാനൊക്കെ ആളുണ്ടാവുമെങ്കിലും റബ്ബിനെ ഓർത്ത് അള്ളാഹുവെ മാത്രം പേടിക്കുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു അല്ലാതെ വേറെ ആരുടെയും ഒരു ആക്ഷേപകന്റെയും ആക്ഷേപത്തിൽ പേടിയില്ലാത്തവരാണ്. നാട്ടുകാരെയും വീട്ടുകാരെയും പേടിക്കാതെ റബ്ബിനെ മാത്രം പേടിച്ച് സമൂഹത്തോടുള്ള തന്റെ ദഅവത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതുപോലെ നിർവഹിച്ചപ്പോൾ അല്ലാഹു സഅദ് ഇബ്നു മുആദിനെ ആദരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ ആദരിച്ചെന്നറിയോ? സഅദ് ഇബ്നു മുആദ് വഫാത്തായി. സഅദ് ഇബ്നു മുആദ് വഫാത്തായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ മരണത്തെ പറ്റി ഇഹ്തസ്സ ബിഹിൽ അർശ്, സഅദ് ഇബ്നു മുആദിന്റെ മരണം കൊണ്ട് അർശ് വിറച്ചുപോയി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വയശിയുഹു 70000 മലക്ക്, 70000 മലക്കുകളാണ് അദ്ദേഹത്തിന്റെ ജനാസയ്ക്ക് ചുറ്റും കൂടിയത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരോ ഒരു മനോഹരമായ, വളരെ മിനുസമുള്ള, തിളങ്ങുന്ന മനോഹരമായ ജുബ്ബ കൊണ്ടുകൊടുത്തു. അപ്പൊ സഹാബാക്കളൊക്കെ അതിലിങ്ങനെ നല്ല ജുബ്ബയാണല്ലോ എന്നിങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോൾ റസൂൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ജുബ്ബ കണ്ടിട്ട് നിങ്ങൾക്ക് അതിന്റെ സൗന്ദര്യം, അതിന്റെ കളർ, അതിന്റെ നിറം, അതിന്റെ തിളക്കം കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലാതെ അത്ഭുതം തോന്നുന്നുണ്ടോ? അല്ലേ? അല്ല, മനാദീലു സഅദ് ഫിൽ ജന്നത്തി ഖൈറുൻ മിൻഹാ വഅല്യൻ, സഅദ് ഇബ്നു മുആദിന് സ്വർഗ്ഗത്തിൽ കിട്ടാനിരിക്കുന്ന ഒരു തൂവാല, ഒരു ടവൽ ഇതിനേക്കാൾ മിനുസമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ചിന്തിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദ് നാട്ടിൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട, ഒന്നും പറയണ്ട, വീട്ടിനുള്ളിൽ ഒതുങ്ങി കൂടിയാൽ ഈ ഒരു മഹാഭാഗ്യം കിട്ടുമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ചു നോക്ക്. വളരെ ഗൗരവമായി എത്യോപ്യയിലെ രാജാവ് നജാശിയുടെ അടുത്തേക്ക് ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്ക്, ഉയാപ്പള അലി ബിൻ അബീ താലിബിന്റെ സഹോദരൻ ധൈര്യമായി കടന്നു ചെല്ലുകയാണ്. അവിടെ മക്കയിലെ മുശ്രിക്കുകൾ വന്നു, അവിടെയും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ അവിടെയും ചെന്ന് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി. അവർ രാജാവിനോട് പറഞ്ഞത്, ഇവർ ഞങ്ങളുടെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ഇവരുടെ ദീൻ പുതിയ ദീനാണ്, ഇവരുടെ ദീൻ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ദീനാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കലാപമുണ്ടാക്കാൻ നോക്കുകയാണ് ഞങ്ങളുടെ നാട്ടിൽ, ഇവർ ഞങ്ങളുടെ ദീനിലോ. നജാശിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അബൂ സുഫിയാൻ പാർട്ടി. ഇവർ ഞങ്ങളുടെ ദീനിലോ ഇല്ല, നിങ്ങളുടെ ദീനായ ക്രിസ്ത്യൻ മതത്തിലുമില്ല, അല്ലാത്തൊരു പുതിയ മതത്തിലാണ് ഇവർ വന്നിരിക്കുന്നത് എന്ന് നജാശി ചോദിച്ചവരോട്. ശരിയാണല്ലോ ഈ പറഞ്ഞത്, എന്റെ ദീനിലും ഇല്ല, അവരുടെ ദീനിലും ഇല്ല, പിന്നെ നിങ്ങളുടെ ദീൻ ഏതാണ്? മഹാനായ ജഅഫർ ബിൻ അബീ താലിബിന്റെ വാക്ക് സദസ്സ് മുഴുവനും, കൊട്ടാരത്തിലുള്ള ആളുകൾ മുഴുവനും സാബൂതം ഒരു മുസ്ലിമിന്റെ ഇസ്സത്ത് തുറന്നു പറയുന്നതിനെ താൻ ഉൾക്കൊണ്ടുകൊണ്ട ആദർശം 100% എന്ന് മനസ്സിൽ ബോധ്യപ്പെട്ടാൽ വല്ലാത്തൊരു നാവിന് ഒഴുക്കാണ് റബ്ബ് കൊടുക്കുന്ന ഒരു വല്ലാത്തൊരു ഫ്ലുവൻസി, വല്ലാത്തൊരു ഒഴുക്കാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക്, അയ്യഹുൽ മലിക്, ഞങ്ങള്
ജാഹിലിയ്യത്തിൽ ബിംബങ്ങളെ ആരാധിച്ചിരുന്നു, കല്ലിനെയും മുള്ളിനെയും ആരാധിച്ചവരായിരുന്നു. ശവം ഞങ്ങൾ തിന്നിരുന്നു, എല്ലാ വൃത്തികേടുകളും ഞങ്ങൾ ചെയ്തിരുന്നു, കുടുംബബന്ധം മുറിച്ചവരായിരുന്നു ഞങ്ങൾ, അയൽക്കാരോട് മോശമായി പെരുമാറുന്നവരായിരുന്നു. ഞങ്ങളിലെ കരുത്തുറ്റ ആളുകൾ, പ്രബലരായ ആളുകൾ പട്ടിണിപ്പാവങ്ങളെ കൊള്ളയടിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പോഴാണ് ഞങ്ങളിലേക്ക് അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു അയച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറ്റി ഞങ്ങൾക്കറിയില്ല, അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ പറ്റി, അദ്ദേഹത്തിന്റെ അമാനത്തിനെ പറ്റി, അദ്ദേഹത്തിന്റെ ലൈംഗിക വിശുദ്ധിയെ പറ്റി ഇതെല്ലാം ഞങ്ങൾ കേട്ട് പഠിച്ചു മനസ്സിലാക്കി. ഞങ്ങൾ തൗഹീദിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു, അല്ലാഹുവോട് ഒന്നിനെ പങ്കു ചേർക്കരുതെന്നും ക്ഷണിച്ചു. ഞങ്ങളോട് അദ്ദേഹം നമസ്കരിക്കാൻ പറഞ്ഞു, പലിശ തിന്നല്ലേ എന്ന് പറഞ്ഞു, ആരാനെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞു, എല്ലാ വൃത്തികേടുകളിൽ നിങ്ങൾ മാറി നിൽക്കണേ എന്ന് പറഞ്ഞു. നമസ്കരിക്കാനും നോമ്പെടുക്കാനും ഹജ്ജ് ചെയ്യാനും ഒക്കെയും ഞങ്ങൾ കൽപ്പിച്ചു. അതുവരെ ഞങ്ങൾ പലതും ഹലാലായി കണ്ടിരുന്നത് അദ്ദേഹം പറഞ്ഞത് ഹലാലല്ല, അത് ഹറാമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അനുസരിച്ചവരാണ്. എന്നിട്ട് പറയാൻ ഞങ്ങളത് സ്വീകരിച്ചു, ഞങ്ങളത് തൃപ്തിപ്പെട്ടു. ഇന്നേ വരെ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്നേ വരെ ഒരു കളവ് പറഞ്ഞ അനുഭവം, തട്ടിപ്പ് നടത്തിയ അനുഭവം, വഞ്ചന നടത്തിയ അനുഭവം ഞങ്ങൾക്കുണ്ടായില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഞങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഈ ആളുകൾ ഞങ്ങൾ നാട്ടിൽ നിന്നും ആട്ടി പുറത്താക്കിയത് കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അഭയം തേടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കരുത്, ഞങ്ങൾക്ക് അഭയം തന്നാലും. ഇത്രയും കാര്യങ്ങൾ ജഅഫർ ബിൻ അബീ താലിബ് വിശദീകരിച്ചപ്പോൾ നജ്ജാശി അദ്ദേഹത്തോട് ചോദിച്ചു, ശരി, നിങ്ങൾ പറഞ്ഞതിന് എന്താ തെളിവ്? പ്രിയപ്പെട്ടവരെ, നജ്ജാശി ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യൻ മതത്തിൽ നല്ല പാണ്ഡിത്യമുള്ള ആളാണ്, വേദങ്ങളിൽ നല്ല അഗാധമായ അറിവുള്ള ആളാണ്. അതെ, ജഅഫർ ബിൻ അബീ താലിബ് പറഞ്ഞുകൊണ്ട് സൂറത്ത് മറിയമിന്റെ തുടക്കം ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ്. ജഅഫർ ബിൻ അബീ താലിബ് ഈ ഹദീസ് നമുക്ക് ഉദ്ധരിച്ചു തരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കരയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള പാതിരിമാർ, ക്രിസ്ത്യൻ പുരോഹിതന്മാർ മൊത്തം വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയം ഓതിയിട്ട് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് അവർക്കൊന്നും സംസാരിക്കാൻ കഴിയില്ല. അവസാനം പറഞ്ഞൊരു വാക്കുണ്ട് നജ്ജാശി, ഇന്ന ഹാദാ വല്ലദീ ജാഅ ബിഹി ഈസ, ഇതും ഈസയും കൊണ്ടുവന്നതും ഈ പറഞ്ഞതും ഈസ കൊണ്ടുവന്നതും യഖ്റുജു മിൻ മിഷ്കാത്തിൻ വാഹിദ, ഒരേ ഒരു ലൈറ്റ് ഹൗസിൽ നിന്നാണ് പുറത്തു കിടന്ന പുറപ്പെട്ട വെളിച്ചമാണിതെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അദ്ദേഹം ജനങ്ങളോട് പ്രഖ്യാപിച്ച പ്രഖ്യാപനമുണ്ട്. തന്നെ രാജാവായി അംഗീകരിക്കുന്ന നാട്ടുകാരോട് കൂടെ അല്ലാഹുവാണേ, നിങ്ങൾ എന്നെ ഇഞ്ചിഞ്ചായി നിങ്ങൾ പൊത്തി നുറുക്കിയാലും ഞാൻ ഈ ദീനിലൊന്നും മാറൂല. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക പ്രബോധനം വിജയിച്ച നാടുകളിൽ അത് വളരാനുള്ള കാരണം എന്താണ്? സ്വഹാബത്തിന്റെ ക്ഷമയും ആത്മാർത്ഥതയും കൊണ്ട്. മറ്റൊരു തവക്കുലാണ്. സത്യമാർഗത്തിൽ ഉറച്ചു നിന്നാൽ, താൻ മനസ്സിലാക്കിയ സത്യം തുറന്നു പറഞ്ഞാൽ കുടുംബം തന്നെ വിട്ടുപോകും, നാട്ടുകാർ തന്നെ ഒറ്റപ്പെടുത്തും, ഭാര്യ മക്കൾ മാതാപിതാക്കൾ പള്ളി കമ്മിറ്റി തന്നെ കൈവടിയും, മഹലിൽ നിന്ന് തന്നെ പുറത്താക്കിക്കളയും, ഖബർസ്ഥാനിൽ തന്നെ മയ്യത്ത് വെക്കാൻ സമ്മതിക്കില്ല. ഇതൊക്കെ അവരെ മനസ്സിലൊരു പേടിയേ ഉണ്ടായിട്ടില്ല, അങ്ങനെ ആശയും അവരുടെ മനസ്സിൽ ആശങ്കയും ഉണ്ടായിട്ടില്ല. അവരെ പിടിച്ചു നിർത്തിയത് അല്ലാഹുവെ സഹായിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങളെ പാദങ്ങൾക്ക് വിറയുണ്ടാവില്ല, നിങ്ങളുടെ വാക്കുകൾക്ക് തപ്പുണ്ടാവില്ല, നിങ്ങളുടെ കാലുകൾ വിറച്ചു പോവില്ല, വഴിതെറ്റി പോവില്ല. അല്ലാഹു നിങ്ങളെ ഉറപ്പിച്ചു നിർത്തും. അത് പറയാനുള്ള തന്റെ ഇടമാണ് നമുക്ക്. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പൊതുസമൂഹം, നമ്മുടെ പൊതുസമൂഹത്തിൽ മുസ്ലിം സമൂഹം ന്യൂനപക്ഷമല്ലേ, നമ്മൾ നിനക്ക് ജാഗ്രത നടത്തിയ ആളുകൾ എന്താ വിചാരിക്കുക? അല്ലെങ്കിൽ തന്നെ മുസ്ലിങ്ങളെ മൊത്തവും തീവ്രവാദികളായി ചാപ്പകുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ദീനിനെ പറ്റി പറയുമ്പോൾ എന്തൊക്കെ ആശങ്കകളാണ് നമ്മുടെ മനസ്സിലുള്ളത് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. അതിനുപരി അള്ളാഹുവിന്റെ സഹായത്തിനുള്ള പ്രതീക്ഷയും ആഗ്രഹവും. നോക്കി പ്രിയപ്പെട്ടവരെ, നാം നാട്ടുകാരോട് ദീൻ പറയുമ്പോൾ അത് അവർക്ക് എഫക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ദീനുമായി ബന്ധമാണ്. അതാണ് നമ്മൾ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും ചോദിക്കില്ല, അതൊരു വിഷയമല്ലേ, ഒരു ചോദ്യമല്ലേ? അല്ലേ? 5 വിരലും കൊണ്ട് ചൂണ്ടുമ്പോ ഒരു വിരല് ഇങ്ങനെ ചൂണ്ടുമ്പോ ബാക്കി 4 വിരലും നമ്മിലേക്കാണ് ചൂണ്ടുന്നതിന് ബോധം. നിങ്ങൾ ചെയ്യാത്തത് എന്തിനാളുകളോട് പറയണം? അള്ളാഹ് അത് കടുത്ത കോപമുണ്ടാക്കുന്ന, ദേഷ്യമുണ്ടാക്കുന്ന വാക്കാണെന്നൊരു ഓർമ്മ നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിനോടൊപ്പം നമ്മൾ പറയുമ്പോൾ അതിന്റെ ടോണും ശൈലിയും നന്നാവും. ദഅവത്ത് നടത്തണം, തൗഹീദ് പറഞ്ഞു കൊടുക്കണം, ഹക്കല്ലേ ഹക്ക, പക്ഷെ പറയേണ്ട രീതിയിൽ
അത് രീതിശാസ്ത്രമുണ്ട്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ബഅസ അഹദൻ മിൻ അസ്ഹാബിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ സ്വഹാബത്തിന് ദഅവത്തിന് അയച്ചാൽ റസൂൽ പ്രധാനമായി അവർക്ക് നൽകുന്ന ഉപദേശം ബശ്ശിറൂ വലാ തുനഫിറൂ. ഇതൊന്ന് ശരിക്കും നിങ്ങളുടെ കാതിലൊന്ന് കൃത്യമായി ഒന്ന് കേട്ട് മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം ഈ വാക്ക്. നമ്മളെപ്പോഴും ആളുകളോട് കാണുമ്പോഴും ഒരു ചെറിയ സമയത്തേക്ക് ഒരാളെ കിട്ടുമ്പോഴും നമ്മൾ തൗഹീദ് പറയുന്നത് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റസൂൽ പറഞ്ഞു ബശ്ശിറൂ, സന്തോഷിപ്പിക്കുക. സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാല് പിന്നെ ചില ആളുകൾ വിചാരിച്ചോലെ ഇങ്ങനെ നരകവും സ്വർഗമൊന്നും പറയണ്ട, തൗഹീദൊന്നും പറയണ്ട, അതിനെ പൊതിഞ്ഞു പിടിച്ചു പറയണം എന്നല്ല പറഞ്ഞതർത്ഥം. ദീന് പറയുമ്പോ ദീന് സ്വീകരിക്കാനുള്ള ഒരു സന്തോഷം അവർക്ക് തോന്നണം. രണ്ടാമത് പറഞ്ഞു വരാ തുനഫിറു, വെറുപ്പിക്കരുത്, പറഞ്ഞു പറഞ്ഞ് വെറുപ്പിക്കരുത്. വയസ്സിറു, കാര്യങ്ങൾ വളരെ സിമ്പിൾ ആക്കുകയും വലാ തുഅസ്സിറു, നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് പറഞ്ഞിട്ട്. ദീന് പറഞ്ഞ അവസാനം ദഅവത്ത് നടത്തി ഓ ഈ ദീൻ ഉൾക്കൊള്ളാൻ, ഇത് ആചരിക്കാൻ, ഇതെനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണെന്നൊരു തോന്നൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വളരെ കൃത്യമായി നമ്മൾ പഠിച്ചു വെച്ചു. അഥവാ പറഞ്ഞ് കാട് കയറി വെറുപ്പും ദേഷ്യവും ഉണ്ടാക്കരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശം സഹാബത്ത് പറയുന്നത് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാന ലാ യുതീലു അൽ മൗഇദത, ഉപദേശം വല്ലാതെ നീട്ടിക്കൊണ്ടു പോകാറില്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമാ ഹി കലിമാത്തുൻ യസീറ, കുറഞ്ഞ ചില വാക്കുകളാണ് റസൂലിന്റെ ദഅവത്ത്. അങ്ങനെ കുറഞ്ഞ ചില വാക്കുകളാണ്. ഒരാളെ കിട്ടിയാൽ അയാളെ പിടിച്ച് തിന്നു തീർക്കലല്ല എന്നർത്ഥം ആ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ നോക്കി നിങ്ങൾ, പലപ്പോഴും സത്യം വളരെയധികം കയ്പ് തോന്നാനുള്ള കാരണം പലർക്കും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് മാത്രം പറയണം. എന്തുകൊണ്ട്? എല്ലാവരോടുമല്ല. എന്താണ് യഥാർത്ഥ ദീൻ എന്ന് പഠിച്ചു വരുന്ന പ്രൈമറി തലത്തിലുള്ള ആളുകളോട് ആ നിലയ്ക്ക് സംസാരിക്കും. പ്രിയപ്പെട്ട ഒരു ഉദാഹരണം പിന്നെ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു വരുന്നു. നമസ്കാരത്തിൽ അദ്ദേഹം തുമ്മിയപ്പോ അദ്ദേഹം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഒരാള് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. കൂടെയുള്ള ആളുകളെല്ലാം കൂടി ഇങ്ങനെ നമസ്കാരത്തിൽ തന്നെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇങ്ങനെ സംസാരിച്ചത് തെറ്റാണെന്നാണ് സഹാബത്ത് മനസ്സിലാക്കുന്നത്. തെറ്റ് തന്നെയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി മുആവിയത്ത് ബിൻ അബീ സുഫിയാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. നിസ്കാരത്തിന് യർഹമുക്കല്ലാഹ് എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വിളിച്ചൊരു ഉപദേശം നൽകുന്നുണ്ട്. അദ്ദേഹം ദീനിലേക്ക് കടന്നു വന്ന ആൾ ദീനിനെ പറ്റി പഠിച്ചു വരുന്നതേയുള്ളൂ. അതുകൊണ്ട് റസൂൽ പറഞ്ഞു യസ്സിറു വലാ തുഅസ്സിറു, ഇന്നി ബുഇസ്തു ലിയുതമ്മിയ മകാരിമൽ അഖ്ലാഖ്, ഇന്നി ബുഇസ്തു, ഞാൻ നിയോഗിക്കപ്പെട്ടത് തന്നെ ജനങ്ങൾക്ക് കാര്യം ലളിതമാക്കി പറഞ്ഞു കൊടുക്കാനാണ്, പ്രയാസപ്പെടുത്താനാണ്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. ആരെ? മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ. ഇത് നമുക്കുള്ളൊരു പാഠം. ചിന്തിക്കണം ആരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കർശനമായി കാർക്കശ്യത്തോടെ വളരെ ഹാർഡായിട്ട് പെരുമാറിയിട്ടുണ്ടല്ലോ. ഉണ്ട്. അനന്ത നീ ഉറച്ച ആളുകളോട് വളരെ ഗൗരവമായി അല്ലാഹുവിന്റെ റസൂൽ ഫത്താനിയ മുആദ് എന്ന് പറഞ്ഞു. മുആദ് നീ വലിയ കുഴപ്പക്കാരെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. എന്താ? ദീന് കൃത്യമായി പഠിച്ചിട്ടും ചിലതിൽ വീഴ്ച കാണിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് വളരെ കയർത്ത് സംസാരിച്ചതും ചരിത്രത്തിലുണ്ട്. അപ്പൊ ഓരോരുത്തരോടും നമ്മൾ അങ്ങനെ സംസാരിക്കണമെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കണം. അവിടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇന്നൊരു കാര്യം ശ്രദ്ധിച്ചോളൂ. അലി ഇബ്നു അബീ താലിബ് പറഞ്ഞ സംഭവം കാര്യം, ഹദ്ദിസുൻ നാസ ബിമാ യഅരിഫൂൻ, ജനങ്ങൾക്ക് പരിചയമുള്ളത് അവരോട് നിങ്ങൾ പറയുവീൻ. എന്തുകൊണ്ട്? തുരീദുന യുകദ്ദബല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും കളവാക്കപ്പെടുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നു. ഞാൻ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് മനസ്സിലാക്കി. നിങ്ങൾ ജനങ്ങളോട് ഒരു കാര്യം പറയും, അവർക്കത് ഇന്നേ വരെ കേട്ടിട്ടില്ല അല്ലെങ്കിൽ അറിയാത്തൊരു കാര്യങ്ങളോട് പറയുമ്പോൾ അവർക്കുള്ള പ്രശ്നം എന്താ? അവരതിനെ നിഷേധിക്കും. എന്ത്? അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തായി? അല്ലാഹു റസൂലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വരില്ലേ? അത് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ഉണ്ടാകുന്നതാണെന്നാണ് ആര് പറഞ്ഞത്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നമ്മോട് പറഞ്ഞത് അല്ലേ? വേറെയും ഉണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക്, മാ അൻത മുഹദ്ദിസൻ ഖൗമൻ ഹദീസൻ ലാ തബ്ലുഹു ഉഖൂലുഹു, ആളുകളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാത്ത രീതിയിൽ നിങ്ങൾ പറഞ്ഞ് ആളുകളെ വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇല്ലാ കാന ലിബഅദിഹിം ഫിത്ന, അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫിത്ന ഉണ്ടാകാൻ കാരണമായി തീരുമെന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ദഅവത്ത് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെ കാണുമ്പോൾ അയാളെ പരിചയപ്പെട്ട് അടുത്തു കഴിഞ്ഞാൽ ബിസിനസിനെ പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. അങ്ങനെ ഒരാളെ 2 ദിവസം കാണുമ്പോൾ പിന്നെ ബിസിനസ്, അദ്ദേഹത്തിന്റെ ജീവിതം, ഉപജീവനം, അങ്ങനെയൊക്കെ സംസാരിച്ച് അതിനെ പറ്റിയൊക്കെ പറയുന്ന ആളുകൾ, ബിസിനസ് വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് താൻ ഈ
ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ബിസിനസ് ഫ്ലോപ്പ് ആയി പോയി എത്രയെത്ര ആളുകളുടെ കഥ നമ്മൾ പറയാറുണ്ട്, നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ക്ലിക്കാവില്ല എന്ന് ഉറപ്പായിട്ട് പോലും മുതൽ മുടക്കി നമ്മൾ തയ്യാറാവുന്നുണ്ട് പല ബിസിനസ്സിലും. എന്നാൽ ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭം തരാമെന്ന് 100% ഉറപ്പുള്ള ഒരു കച്ചവടത്തെ പറ്റി റബ്ബ് നമ്മോട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ, ഒരു ബിസിനസിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, ആ ബിസിനസ് ചെയ്താൽ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാം. നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി ആ ബിസിനസ്സിൽ എന്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, മുതൽ മുടക്കണമെന്ന് പറയാണ്. ഒന്നാമതായി നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾ ഇടേണ്ടത് ഈമാനാണ്, അല്ലാഹുള്ള ഈമാന്. രണ്ടാമതായി റസൂൽ അല്ലാഹുവിൽ വിശ്വസിക്കണം. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ധനവും ഉപയോഗിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നിങ്ങൾ ചെയ്യണം. ചെയ്താൽ നിങ്ങൾക്കുണ്ടാകുന്ന ലാഭം എന്താണ്? അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം എന്താണ്? യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരും. ഒന്നാമതായി. രണ്ടാമത്തെ ലാഭം, അതിനുള്ള ബെനിഫിറ്റ്, വയദുഖിൽക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, സ്വർഗ്ഗലോകത്ത് സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് കടക്കാം. മസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദ്നിൻ, ആരും ആട്ടി പുറത്താക്കാത്ത എന്നെന്നും വസിക്കാനുള്ള എന്ന നിതാന്തമായ മണിമാളികകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആദാലികൽ ഫൗസുൽ അദീം, അത് മഹത്തായ വിജയമാണ്. വഉഖറാ തുഹിബ്ബൂനഹാ, അതിനു പുറമേ വേറെയുമുണ്ട് നിങ്ങൾക്ക് ലാഭം. തുനസുറും മിനല്ലാഹി ഫത്ഹുൻ ഖരീബ്, അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് കിട്ടും, വിജയവും കിട്ടും. വബശ്ശിരിൽ മുഅ്മിനീൻ, വിശ്വാസികളോട് റസൂലേ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്ക്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സഫിലെ 11, 12, 13 ആയത്തിൽ പറയുന്നു. ഈ ഒരു കച്ചവടത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങാൻ സാധിക്കും. നമ്മുടെ സ്വാർത്ഥത മാറ്റി വെച്ച് പലപ്പോഴും പല ആശങ്കകളും നമുക്ക് സ്വയം മനസ്സിലുണ്ടാകും, പലരും ഒക്കെ ഇട്ട് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. പക്ഷെ അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും ഞാനൊരു മുസ്ലിമാണെന്ന് പറയുകയും ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? അള്ളാന്റെ ചോദ്യം. അതിന് നമ്മൾ വേണ്ടേ ആ നല്ലവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, മഹാസൗഭാഗ്യം എന്നാ പറയുന്നത്. അതിൽ മുസ്ലിം ആകണം. പോരാ, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. അതാകണം. മുസ്ലിമായി വീട്ടിൽ കുത്തിയിരുന്ന പോരാ, ആളുകളോട് പറയണം, കഴിയുന്നത്ര പറയണം. എങ്ങനെ ആ പറഞ്ഞ കാര്യങ്ങളിൽ നിബന്ധന പൂർത്തിയായി മുസ്ലിമായി മരിക്കാൻ സാധിക്കും. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി ഫായിസിന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഈ ആധുനിക കാലഘട്ടത്തിൽ ദഅവത്ത് ഏറെ വെല്ലുവിളിയും പ്രയാസവും നിറഞ്ഞതാണ് എന്ന് കരുതി നമ്മൾ കോംപ്ലക്സുകൾക്ക് അടിമകളാകരുത്. അപകർഷതാബോധം നമ്മെ പിടികൂടരുത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ശറയിൽ ഒരാളെ അല്ലാഹു വിചാരണ ചെയ്യുന്ന രംഗം പറയുന്നിടത്ത് അല്ലാഹ് ചോദിക്കുന്നത്, മാ മനഅക അൻ തഖൂല ഫീഹി, ഇന്ന കാര്യം നീ മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് നിനക്കത് പറയാൻ കഴിഞ്ഞില്ല? അപ്പോൾ ഇയാൾ പറയും, റബ്ബി ഖശീതുൻ നാസ്, എനിക്ക് ജനങ്ങളെ പേടിച്ചിട്ടാണ്, ആളുകളെ പേടിച്ചിട്ടാണ് ഞാൻ ചെയ്യായിരുന്നു. എനിക്കറിയാം ഹക്കതാണെന്നറിയാം, പക്ഷെ ആളുകളെ എനിക്ക് വല്ലാത്തൊരു പേടിയായിരുന്നു. അപ്പോൾ അല്ലാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, വനഹഖു അൻ തഖ്ശ, നീ ആളുകളെ പേടിക്കുന്നതിനേക്കാൾ എന്നെയല്ലേ നീ പേടിക്കേണ്ടത്? ഞാനല്ലേ നിന്നെ സൃഷ്ടിച്ചത്, ഞാനല്ലേ നിനക്കെല്ലാം സംവിധാനിച്ചു തന്നത്, അപ്പൊ നീ എന്നെയല്ലേ പേടിക്കേണ്ടത്? നോക്കട്ടെ, അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറഞ്ഞത്, യാ അയ്യുഹർ റസൂലു മാ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, റസൂലേ താങ്കളുടെ രക്ഷിതാവിങ്കൽ താങ്കൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. വൈലം തഫ്അൽ, അത് എത്തിക്കാത്ത പക്ഷം ബല്ലഗത റിസാല. ആലോചിച്ച് നോക്ക്, ശരിയായ മാർഗത്തിലേക്ക് ദഅവത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഭീഷണി ഉണ്ടാവും. നോക്ക്, പ്രവാചകന്മാരുടെ ഒരു ചരിത്രത്തിലും മുൻഗാമികളുടെ ചരിത്രത്തിലും ഏതെങ്കിലും ഒരു പ്രവാചകന്മാർ തൗഹീദ് പറഞ്ഞ് ഇസ്ലാമിക ദഅവത്ത് നടത്തിയ ആളുകളെ പൂമാലയിട്ട് സ്വീകരിച്ച ചരിത്രം നിങ്ങളുടെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല, എവിടെയില്ല.
എവിടെയുമില്ല. അതുകൊണ്ടാണ് അവിടെ വിശുദ്ധ ഖുർആൻ അവിടെ നമുക്ക് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സ്വഹാബത്തിന്റെ നമ്മോട് പറഞ്ഞത് അങ്ങനെയാണ്. ദഅവത്ത് നടത്തുമ്പോൾ ചിലപ്പോൾ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം, ജീവന് ഭീഷണി ഉണ്ടാകാം, സമ്പത്ത് നഷ്ടപ്പെട്ടു പോയേക്കാം, വീട് നഷ്ടപ്പെട്ടേക്കാം. ഇതൊക്കെ പ്രവാചകന്മാരുടെ മാതൃക. അതാണ് നമ്മൾ അവിടെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ദഅവത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വല്ലാത്തൊരു ശക്കൂർ സംശയം ഉണ്ടാകരുത്. ദഅവത്ത് മുടക്കികൾ നമ്മൾ ആയിപ്പോകരുത്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മിനന്നാസി മഫാത്തിഹുൽ ലിൽ ഖൈർ മഗാലിഖുൽ ലിശ്ശർ. ജനങ്ങളുടെ കൂട്ടത്തിൽ നന്മകളുടെ താക്കോല് പോലെ പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട്, തിന്മയെ പൂട്ടുന്ന ആളുകളും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നന്മകളുടെ താക്കോലായി വർത്തിക്കുകയും തിന്മകളുടെ വാതിലുകളെ പൂട്ടുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ചില ആളുകളുണ്ട് ഷർറിന്റെ താക്കോലുകളാകുന്ന ആളുകളുണ്ട് ജനങ്ങളുടെ കൂട്ടത്തിൽ. മഗാലിഖുൽ ഖൈറിനെ മുടക്കുന്ന പൂട്ടിയിടുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫതൂബാ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹൽ ഖൈരി അലാ യദൈഹി. നമ്മുടെ കയ്യിലൂടെ നന്മയുടെ കവാടം തുറക്കുന്ന താക്കോലുകളാകാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചാൽ അവർക്കാകുന്നു മംഗളം. വൈലുൽ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹൽ ശർരി അലാ യദൈഹി. സ്വന്തം കരങ്ങളിലൂടെ നന്മകളെ പൂട്ടാനുള്ള താക്കോലുകളാകാൻ അല്ലാഹു അത് നമുക്ക് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കാരണം നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ട് നമുക്കുണ്ടായി വളരെ ഗൗരവം. ദഅവത്ത് നടത്താത്ത പക്ഷം അല്ലാഹുവിന്റെ ഭവിഷ്യത്ത്, അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങി, അല്ലാഹുവിന്റെ ശാപം ഇറങ്ങി ബനൂ ഇസ്രായീലിനെ. അവിടെ വിശുദ്ധ ഖുർആൻ പറയും സൂറത്തുൽ മാഇദയിൽ, യുഇനല്ലദീന കഫറു മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ് വഈസ ഇബ്നു മറിയം. ദാവൂദ് അലൈഹിസ്സലാമിന്റെ നാവിലൂടെ, ഈസാ നബിയുടെ നാവിലൂടെ അല്ലാഹുവിന്റെ ശാപം ഇറങ്ങിയിട്ടുണ്ട് ബനൂ ഇസ്രായീലിനെ. എന്തുകൊണ്ടാ? അവരെ ഏൽപ്പിച്ച ദഅവത്ത് അവർ നടത്താത്തത് കൊണ്ട്. ദാലിക ബിമാ അസവ വകാനു യഅതദൂൻ. അല്ലാഹുവിന്റെ ശാപം കാരണം കിട്ടാൻ കാരണം അല്ലാഹു പറയുന്നത് കാനു യതനാഹവുന അൻ മുൻകരി. അവർ തിന്മകൾ ഒരുപാട് ചെയ്യും. അവരുടെ ന്യായം എന്താ? നമ്മളൊരാളോട് വിലക്കണമെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കേണ്ടതെന്ന്, അതാണ് അവർക്ക് ന്യായം. അവർ പരസ്പരം തിന്മ വിലക്കിയിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദഅവത്തിന്റെ ദിനമാണ്. നമ്മൾ ഈ പള്ളി എടുത്തിട്ട് പരസ്യമായ ഒരു ദഅവത്ത്, അതിൻ്റെ ഒരു സംരംഭം നാളെ തുടങ്ങുകയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്കൊരു പരീക്ഷണം, റബ്ബിന്റെ മാർഗത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മുടെ ശക്തിയുടെയും കഴിവിന്റെയും ഒക്കെ പരിധിയിൽ ഒതുങ്ങിന്നുകൊണ്ട് നമുക്ക് കഴിയണം. പ്രാർത്ഥനയുണ്ടാകണം, പ്രവർത്തനങ്ങൾ ഉണ്ടാകണം, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാമെങ്കിലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് റബ്ബിനോട് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനു വേണ്ടി ഇറങ്ങണം. കാരണം ലഹരി എന്നത് സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടുന്ന വലിയൊരു ക്യാൻസറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് വളരെ ഗൗരവമാണ്. ഇവിടെ ഇദാ മാത്ത, ഒരു ലഹരി ഉപയോഗിക്കുന്നവൻ, ശ്രദ്ധിക്കണേ, ഇദാ മാത്ത, കള്ളു കുടിക്കുന്നവൻ, ലഹരി ഉപയോഗിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞാൽ ഫൈനഹു ഇൻദല്ലാഹി സുബ്ഹാനഹു വ തആല കആബിദിൽ ബസൻ. അല്ലാഹുവിന്റെ സന്നിധിയിൽ അവൻ ബിംബാരാധകനെ പോലെയാണ്, എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യുന്നവനെ പോലെയാണ്. സ്വഹീഹായ ഹദീസാണ്, അത് പഠിച്ചു വെച്ചോളി. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞതിന്റെ ഗൗരവത്തിൽ ആലോചിച്ച് നോക്ക്. കള്ളുകുടിയനായി ഡ്രഗ്സ് അടിച്ചുകൊണ്ട് അഡിക്റ്റായി മരണപ്പെട്ടാൽ അവൻ ശിർക്ക് ചെയ്യുന്നവനെ പോലെയാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമ്മുടെ ദഅവത്തിന്റെ പ്രാധാന്യം എത്രയെന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതെല്ലാം നിലക്ക് നമ്മുടെ കുട്ടികളെ പതിയിരുന്നു കൊണ്ട് ചിന്തശക്തികൾ, ലിബറലിസത്തിന്റെ, ഫ്രീ തിങ്കേഴ്സിന്റെ ആളുകളൊക്കെയും സ്വതന്ത്രവാദത്തിന്റെ ആളുകളെയും മൊത്തത്തിൽ ദീനിനെ പുറകോട്ട് വലിക്കാനും മുശ്രിക്കാക്കിയും കാഫിറാക്കിയും മാറ്റാനുമുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച മതമാണ് ദീൻ. കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം എല്ലാം എല്ലാം ഹറാമെന്ന് പറഞ്ഞത് അഡിക്ഷൻ ഉള്ളത് ഒഴിവാക്കാനാണ്, നമ്മോട് ഉപേക്ഷിക്കാനാണ് പറഞ്ഞത്. അതിൽ ഈ പറഞ്ഞ പോലെ ഡ്രഗ്സും ഈ MDMഉം പെത്തഡിനും കഞ്ചാവും മാത്രമല്ല, പുകവലിയും എല്ലാം അതിൽ പെടുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനാണ് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും നല്ല നിലക്ക് നാളെ നമ്മുടെ ദിനമായി അടയാളപ്പെടുത്താൻ അല്ലാഹുവേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണമേ. കൃത്യമായി ഞങ്ങൾ ചെയ്യുന്ന ദഅവത്തിന്റെ പോരായ്മകളെ നീ മനസ്സിലാക്കി കൂടുതൽ ഞങ്ങൾക്ക് ശക്തിയും അതിനുള്ള ആഫിയത്ത് നീ നൽകുമാറാകണേ. അല്ലാഹുവേ, ജനങ്ങളുടെ മനസ്സിൽ ദഅവത്ത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അതിന്റെ മാറ്റം നീ ഉണ്ടാക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ ഖാദിൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الجنة مع الأبرار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.